വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഓടിപ്പോയി അലമാര തുറന്നിട്ട് ബാഗ് എടുത്തിട്ട് ചോറിനാം കഴിക്കാം എന്നും പറഞ്ഞോണ്ട് അലമ്പ്. സിസ്റ്ററാണെങ്കിൽ പുറകെ നടക്കുന്നത്. സിസ്റ്ററാണെങ്കിൽ സത്യം പറഞ്ഞാൽ 10 കൈ വേണം ആ പിള്ളേരെല്ലാം നോക്കാൻ. പിന്നെ ഇവിടെ ഉള്ള ഇച്ചിരി അതിനകത്ത് ഭേദം ആയിട്ട് തോന്നിയത് എനിക്കറിയില്ല. അങ്ങനല്ലെന്ന് ഈ ഓടും അവളെ കുഴപ്പമൊന്നുമില്ല. അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ വഴി ഒറ്റ പോകാം. എന്നിട്ട് താഴെ എങ്ങാണ്ട് ഇവിടെ ഇറങ്ങി ചെന്ന് താഴത്തെ ഓഫീസിൽ നിന്ന് ചോദിച്ചത് ഈ സ്കൂളിന്റെ ഓഡിറ്റോറിയമാണെന്ന്. നിനക്കെന്തിനാ ഓഡിറ്റോറിയം വെച്ച്? നമുക്ക് ഡാൻസും പാട്ടും എവിടെ ഉണ്ടല്ലോ. അതാ പപ്പടം പൊള്ളിച്ച് പപ്പടം അല്ല കയ്യിലിരിക്കുന്നത്, അത് എടുത്ത് ചിരിമി തിന്ന്. മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നലെ മൊത്തം ചെരുപ്പെല്ലാം നീ മുടിപ്പിച്ച് കളഞ്ഞില്ലേ? എന്നിട്ട് വലിച്ചു നടക്കാത് പറഞ്ഞു. അതിന് നിറ എന്നാ നീ പറ. ആ മെറൂണ് മെറൂണ്. ഞാൻ വേറെന്താ നിറവാ. നോക്കുന്നുണ്ടോ? ഞാനിടുന്നോരിടാൻ ആയോ എടാ നോക്കി മാറണം. പോട്ടണ കുഞ്ഞിനെ കൊണ്ട് പോ. കൈ പിടിക്കും. എന്നാ വരണ്ട പൊക്കു. ഞങ്ങൾ ഇവിടെ കൊണ്ട് നാരായണി കൊണ്ട് വിട്ടിട്ട് വരാം. നീ വരണ്ട പൊക്കു. ചെള്ളയല്ലേ അഭ്യാസം ഉറക്കല്ലോ അടുത്ത് കേട്ടോ. ആ അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എനിക്ക് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാകത്തില്ലേ? അമ്മച്ചി വിറകെടുക്കാൻ പോയി. പിന്നെ വിറകെടുക്കാൻ മതിയോ? മതിയോ? പിന്നെ അമ്മച്ചി എഴുന്നേറ്റില്ല. അമ്മച്ചി അമ്മ അച്ഛനുണ്ട്. അച്ഛൻ അച്ഛനുണ്ട്. അച്ഛനൊക്കെ പണ്ടേ പോയി. എവിടെ പോയേ? മറ്റേ കാക്കമ്മ എടുത്തു. കാക്കമ്മ എടുത്തു. കാക്കമ്മ എവിടെയാ പോയെ? കാക്കമ്മ എടുത്ത്. ആ അവിടെ പോയി. മതിയോ? എല്ലാത്തിനാ എല്ലാത്തിനാ കാക്കമ്മ ഇഷ്ട. കാക്കമ്മനെ മോനേന്ന് അമ്മേ മതിയോ? മോനേന്ന് ആരാ വിളിക്കുന്നത്? അച്ഛൻ. ആര് വിളിക്കുന്നത്? അച്ഛനെ മോനേന്ന് അമ്മനെ മോളേന്ന്. മതിയോ? മതി. കമ്പിയുടെ പണി കഴിഞ്ഞായിരുന്നോ? ചേട്ടൻ്റെ കാര്യം മറന്നു പോയ നീ. വഴക്കില്ലാതെ നടന്നു പോകല്ലേ മിടുക്കിന്ന്. അങ്ങനെ പോകണം. കാരണം മോയൊക്കെ അല്ലേ ഇത് നാരായണ പോകുന്നുണ്ട്. അവളെ ഭയങ്കര ഇതാണ്. അവൾക്ക് അവളെ സ്കൂൾ ബസ് തന്നെ ആക്കണം. അതേ അവളെ ശരിയാകത്തുള്ളൂ. അവളെ വിട്ടു പോവുക സമയം കളയാൻ. അവളെ സമയം പോലും ആയില്ല. നീ ഇങ്ങോട്ടോ. അത് ചെറിയ ചേട്ടൻ.
ബസ്സൊന്നും വരാൻ സമയമായിരുന്നു. നിന്റെ സ്കൂളിൽ എന്നാ വിശേഷം? അപ്പൊ സൂത്രം സൂത്രം ഇപ്പൊ കാണണ്ട, സമയമില്ല, പോയി ബസ് വരാറായി. നീ പോകുന്നുണ്ടോ ഇന്ന്? അപ്പൊ നോക്ക. ആ അത് കണ്ടു, സൂപ്പർ. ഇത് കണ്ടോ? ആ അത് കണ്ടു. ഇതെന്നാ? അത് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഇതെവിടെ സ്ഥലം? മുണ്ടക്കയം. ആ നിങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്തില്ലേ ഡ്രാഗൺ ഫ്രൂട്ട്? ആ സാധനം കാണിച്ചോ? ഏത്? ആ അത് കൊക്കോ. നമുക്ക് കൊക്കോപ്പഴം കഴിക്കാം. കൊക്കോപ്പഴമല്ല, കൊക്കോക്ക. കൊക്കോപ്പഴം എന്നല്ല പറയുന്നത്, കഴിക്കുന്ന സാധനം. കഴിക്കാൻ സാധനമല്ല അത്, കഴിക്കാം. നീ കഴിച്ചിട്ടുണ്ടല്ലോ. നല്ല മതിയാ. നമുക്ക് കുരുവുള്ള മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല, പറിച്ച് തിന്നാനേ പറ്റത്തുള്ളൂ. മതിയോടും മതിയാ, നല്ല മതിയം. ബസ് വരുമ്പോ നമുക്ക് പോയി ഇവിടെ രാഘൻ ചേട്ടൻ കിട്ടുവാ. രാഘൻ ചേട്ടനോ? ഡ്രാഗൺ ചേട്ടനോ? അതാരാ? രാജൻ ചേട്ടൻ. ആ രാജൻ ചേട്ടനാണ്. ഞാൻ ഓർത്ത് ഡ്രാഗൺ ചേട്ടനാണ്. അതാരാന്ന് ഉറപ്പായിരുന്നു. രാജൻ ചേട്ടൻ എന്തിയാണ്? രാജൻ ചേട്ടൻ കുളിക്കാനോ? മതിയോ? 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 മതി. എന്താ പൊന്നോ. ബ്രഷോ? എന്റെ ബ്രഷോ നിലത്തെ കണ്ട് കിടപ്പുണ്ട്. ബസ്സോ? ബസ് വരും ഇനി പയ്യെ പോയാൽ മതി. ഇപ്പം തന്നെ വരും. ബസ്സിന്റെ നിറ തന്നെയാണോ? അപ്പൊ ബസ് വന്നു. ആ ഭാവേ നല്ലതായിട്ട് മൂടി നിൽക്കുക, ഇവിടം തെളിഞ്ഞു നിൽക്കുക. നീലലോലനയനങ്ങളും ബാലചന്ദ്രനിഭഗണ്ഡ മണ്ഡല വിലോലമാന മണികുണ്ടലോ നീലമാകിയ മുഖാരവിന്ദമതിലാളിതും മൃദുലഹാസവും നീലമാകിയ മുഖാരവിന്ദമതിലാളിതും മൃദുലഹാസവും ദേശമതി ആണ്ടിടും ഭുജഗമാലയും സ്നിഗ്ധമായ തവകണ്ട ദേശമതി ആണ്ടിടും ഭുജഗമാലയും സ്നിഗ്ധമായ സമാഗമാലകളും ആണ്ടിടും ഭുജഗമാലയും വിനായക മഹേശ്വര
ആ കുഴപ്പമില്ല. അതെ അതെ ആ അല്ല ഇങ്ങോട്ട് മാറും, ഞാൻ പിടിക്കാം. ആ എന്നാ പൊക്കോ പോവാം. അവള് പറഞ്ഞ് ഒത്തിരി ദിവസമല്ലേ കണ്ടിട്ട്. തന്നെയാണോ? ആ അവിടെ തന്നെ. കൊച്ചെന്നെ എടുക്കുന്നു വൈകിട്ട്. അവള് ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. ആ നടന്ന് ഇവിടെ കൊണ്ട് വിടണം ബസ്സിൽ. പൊൻകുന്ത പോകുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം തൊട്ട്. ഇങ്ങനെ കിടത്തിയിരിക്കാൻ കണ്ടപ്പോൾ ടാങ്ക് പൊട്ടി. ഏതായാലും വേണ്ട, അന്നേരം നിങ്ങൾക്ക് ഭാഗ്യം മാറ്റിയേ. ഓ അവിടെ എടുത്ത് അന്ന് തൊട്ട് അവള് വിളിക്കാനും തുടങ്ങി, അമ്മേനെ വിളിക്കാനും തുടങ്ങി. കണ്ടില്ല പറയാ പള്ളിക്കൂടത്തിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ഈ വർഷം തൊട്ടാ പോകുന്നത്. ആണ്. അല്ല ഞാൻ പറയാ ശരി. സുഖമാണോ? സുഖമാണ്, കുഴപ്പമില്ല. എടുക്കാൻ മറന്നില്ല കൂടാ. നാരായണിക്ക് സ്വർണത്തിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പണിയാൻ വേണ്ടി അവിടെ. അപ്പോൾ പുള്ളി അതാ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അങ്ങനെ കയറി വന്നാ നിന്നെ കൊണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കയറി വന്നൊന്നുമല്ല. മൊത്താളല്ല, 100 ആളല്ല, അറിഞ്ഞു കയറി വന്നാണ്. അഹങ്കാരം. ഇപ്പൊ സ്നേഹിച്ചേക്ക്. ഇപ്പൊ ശാംഭവിയെ സ്നേഹിക്കുന്നില്ല. സമയമില്ലല്ലോ. എന്റെ കൊച്ചിനെയൊക്കെ 2 അരമുണ്ടാക്കല്ലേ നിനക്ക് സമയം. പോയിട്ട് കയറി വരുമ്പോഴത്തേനും തന്നെ ഒരു നേരമാവുമല്ലോ. നോക്ക്, ഇന്നത്തെ കാര്യം ഇത്ര ആയില്ലേ. നീ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ നടക്കുക. തെറ്റാ, വെറുതെ നോക്കണ്ട. തെറ്റാലേ? തെറ്റിയോ? എത്ര മണിയായി? 8:40. എപ്പോഴും തെറ്റ് ചെയ്യുന്നു. ശ്യാമള നിന്റെ വീടെന്നെ സഹിക്കാൻ വയ്യാതെ അമ്മ നാളെ പോണ്ട, അമ്മ ഇന്നേ പോവാ. എന്റെ പെടുന്നോ? എന്റെ പെടുന്നല്ലേ പഴയഞ്ചോറ് തിന്നാൻ പറ്റാതെ പോകുന്നതാ. കാര്യമില്ലല്ലോ. അതാ പറഞ്ഞത്. നമ്മള് എപ്പോഴും തലേദിവസം ഉണ്ടാക്കുമല്ലോ നാരായണിക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട്. പാവ് പറ്റിയല്ലാത്തതുകൊണ്ട് ശ്യാമള. പിന്നെ ശ്യാമള തീറ്റയുടെ കാര്യം കൊണ്ട് നടക്കുന്നവളല്ലേ. എന്നാലും പഴയ തിന്നല്ലേ, തിന്നണ്ട എന്നേലും. പിന്നെ പഴഞ്ചോറൊന്നും അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വണ്ണം വരെ ഞാൻ പഴഞ്ചോറ് തീറ്റി ഇല്ലിപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല. പിന്നെ അത് തന്നെയല്ല, ആ പഴഞ്ചോറായിരിക്കണം. ചെറുതിൽ പോലത്തെ ചോറാണ് ഞാൻ കഴിക്കില്ല, അത്രയേ ഉള്ളൂ. അതാരാ വേവിച്ചേ? ഇതിനകത്തിൽ വെക്കാനാന്ന് എനിക്കറിയാമായിരുന്നു. അല്ല ആരാ ഉണ്ടാക്കി? അല്ല അല്ലെങ്കിലോ സാധാരണ ചോറ് വേകുന്ന സമയം അതുപോലെ നിങ്ങളെല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു തെറ്റ്. അപ്പോൾ അത് പിന്നെ അത് ഒരു നേരം വരെ ഉച്ച വരെ ഒക്കെ ഇരിക്കും. ഉച്ച കഴിഞ്ഞിട്ടും അത് ഉച്ചയ്ക്ക് നിന്നില്ല ശ്യാമള. ഞങ്ങൾ രാവിലെ തിന്നു, ഉച്ചയ്ക്ക് നിന്ന്, വൈകിട്ട് നിന്നു. വൈകിട്ട് തിന്നു. നിങ്ങളെ ഇങ്ങനത്തെ തിന്നിട്ടുണ്ട് വേറെ അസുഖം പിടിക്കും കേട്ടോ. ചോറുണ്ണ ഇപ്പം ഈ ചോറ് വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഉച്ച വരെ നല്ല സുഖമായിട്ടിരിക്കും. ഉച്ച വരെയോ? അത് വൈകിട്ട് വരെ ഇരിക്കും. വൈകിട്ടും ഇരിക്കും. ഏറ്റത്തിൽ ഞാൻ രാവിലെ വരെ വെച്ച ചോറ് രാവിലെ അതിന് കുഴപ്പമില്ല. സ്വന്തമായിട്ട് ഞാൻ തിന്നത്തില്ല. ചേച്ചാച്ചന് കൊടുക്കും, നിങ്ങൾക്ക് തരും, എല്ലാവർക്കും തരും. അമ്പലത്തിൽ നിന്നാണോ വന്നേ? ആണോ? അപ്പൊ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാം. പോസിറ്റീവാ പറഞ്ഞേ. എന്നാ കിട്ടിയാലും തിന്നിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ വിശപ്പ് അറിഞ്ഞ് പഠിച്ചോണ്ടേ പട്ടിണിയൊക്കെ കിടന്നിട്ടുള്ളതുകൊണ്ട് എന്നാ കിട്ടിയാലും തിന്നും. എന്നാ കിട്ടിയാലും അങ്ങ് തിന്നും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതാ ഇപ്പൊ ഈ ബുദ്ധിമുട്ട്. എല്ലാരും ഒരുപോലെ ആവത്തില്ല. അതില്ല, ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ പിടിച്ചു നിർത്താത്തല്ല. ഞാൻ ഇവിടെ ഇന്ന് പോകണ്ടെന്ന് പറയല്ലേ. അല്ല, പിടിച്ചു നിർത്തണ്ട, പോകാനും പറയണ്ട. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ പോകും, നിൽക്കുകയും ചെയ്യാം. അതാ ഇഷ്ടമുള്ള ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ പോകാൻ. പിന്നെ മറ്റേ മോൻ വന്ന് നമ്മുടെ അടുത്ത് അരമുണ്ടാക്കല്ലേ. ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയേക്കാന്ന് പറഞ്ഞു.
അങ്ങനല്ല നമ്മുടെ അപ്പൻ്റെ കാര്യങ്ങൾ. ഇവിടെ വന്ന് പറഞ്ഞില്ലേ എന്നോട്? അമ്മയുടെ അച്ഛൻ അല്ലല്ല നിക്ക് മകൻ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ചോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെലവിന് കൂടെ കൊടുത്തിട്ട് വേണം നോക്കാൻ. ആക്രിയെടുപ്പ് ചേച്ചാച്ചി പറഞ്ഞു ശ്യാമളമ്മയ്ക്ക് ഇത് കൂട്ട് മേടിച്ചാൽ തന്നെ കുഴപ്പം. ഞാൻ പറഞ്ഞു എന്നെ കുഴപ്പം, നീ ആ പച്ച പറഞ്ഞ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. സിംബയ്ക്ക് വന്നേടാ, വാടാ ഇവിടെ ഇറങ്ങി പോവാനായിട്ട്. എന്നാ എടാ മാറി ചെറുക്കാ, ഇപ്പത്തെ കാര്യം. എൻ്റെ പൊന്ന് ചേട്ടാ, അത് കുറേശ്ശെ എടുത്ത് അല്ല ഓരോന്ന് എടുത്ത് വെക്കും. അവിടെ ഇവിടെ വെക്ക്. അങ്ങെന്തിനാ കൊണ്ട് വെക്കുന്നു? ഇവിടെ വെച്ചാ പോരെ. പിന്നെ ഇവിടെ ആരെടുത്തോണ്ട് പോവാനാ? അതെ അതെ, അതാ പറഞ്ഞേ ചുമ്മാ കൊടുത്താൽ എടുത്തോണ്ട് പോയില്ലെന്ന്. 11 മാസം കൂടിയാ. അതെ 11 മാസം കൂടുമ്പോൾ 2 വീട്ടിൽ ആ 12 മാസം കിട്ടിയാലേ ഇടയ്ക്ക് ശ്യാമളമ്മ. അല്ല ഇടയ്ക്ക് ശ്യാമളമ്മ ശ്യാമളമ്മ ഓണാക്കുമ്പോൾ ഗ്യാസിനറിയാവേ. ഇപ്പോൾ ശ്യാമളമ്മയുള്ള സ്നേഹം കൊണ്ട് ഗ്യാസ് അങ്ങ് ആർത്ത് ഉല്ലസിച്ച് അങ്ങോട്ട് മറ്റേ ഫ്ലെയിം അങ്ങോട്ട് കത്തും. ഇവിടെ എങ്ങാനും വെക്കോ, ഇരിക്കാനൊരു സ്ഥലം ഉണ്ടാവുമല്ലോ. ഓ വേണ്ട, ചേട്ടൻ ഇരിക്കുവാണെങ്കിൽ കൊണ്ട് വെച്ചാൽ പറയേ. എന്നാ ചേട്ടാ ഇരിക്കുന്നിടത്ത് കൊണ്ട് അങ്ങ് ഏറുമാടത്ത് കൊണ്ടുവെക്ക്. അവിടെ കൊണ്ട് വെക്കണം, അവിടെ തീ. ആ 3-4 മാസത്തേക്ക് ഒരു ഗ്യാസ്. പോയിന്നാലോ ഇവര് ചിറ്റടിയിലോട്ടല്ലോ 1.5 മാസം ഒരു കുറ്റി 2 പേർക്ക്. അപ്പൊ ഒരു കാര്യം, കഞ്ഞിയൊക്കെ കൂടുതലും വെക്കുന്ന കൂടുതലും വെച്ച് കളയുന്നത് ആവശ്യത്തിന്. പിന്നെ കാക്കമ്മയാണെങ്കിലും ശ്യാമളമ്മയാണെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ വഴി അങ്ങ് പോകും. പിന്നെ ഇത് വറ്റി 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 ഫ്ലെയിം കൂട്ടിയും വെക്കും. അപ്പൊ സത്യമല്ലത്. അല്ലെങ്കിലും ഇന്ന് പോവല്ലേ, ഒരുങ്ങണ്ടേ, പോണ്ടേ? ഇന്ന് പോണോ? എന്നാ അയ്യടി. അല്ലല്ല, അമ്മയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞേ. ഓ 3-4 ദിവസത്തേക്ക് ഞാനാ പറഞ്ഞതേ ഉള്ളേ. ഞാനിതൊക്കെ കൊടുത്തു വിടത്തില്ലായിരുന്നു. സത്യമായിട്ടും അതെ. അപ്പൊ ഇത് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. കൊടുത്തേനാണോ പറഞ്ഞേ? അമ്മ പോകാനാണെങ്കിൽ അമ്മയ്ക്ക് ചെന്ന് കൊടുത്താൽ. അമ്മയ്ക്ക് ഇപ്പൊ ഗ്രാമസഭയ്ക്ക് പോണം, അതാണ് മെയിൻ. നല്ലൊരു മഴ വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് ഭയങ്കര കാറ്റാ. ഉണ്ടോ? ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. തീയാണ് കത്തിക്കാൻ പറ്റുന്നില്ല. ഗ്യാസോട് പോകാൻ കുഴപ്പമായിരുന്നു. അതിന് ഞാൻ ഇവിടെ ഒരു മറ വെച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ കയറി വരുന്നില്ല. കിഴക്കേന്നതാ, കിഴക്കൻ കാറ്റൊക്കെയാണ്. പടിഞ്ഞാറിൽ വന്ന് കിഴക്കോട്ട് കറങ്ങി അങ്ങനെയാണ്ടൊക്കെ വരുന്നുണ്ട്.
കാറ്റിൻ്റെ ശക്തി ഇത്ര നേരം പെയ്യായിരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു കേട് തീർക്കുന്നുണ്ട്. നമ്മളവിടെ കിട്ടിയേക്കുന്ന പ്ലാസ്റ്റിക് കടന്ന് അടിക്കുമായിരിക്കും ഇപ്പോൾ. ഇപ്പോൾ കുറഞ്ഞു. ഫുള്ള് നനഞ്ഞു വെള്ളം തീർന്നു. സമാധാനം കാറ്റ് ണ്ടോ മോനെ? ഇല്ല കണ്ടില്ല, അവര് കണ്ടില്ല. ഡ്രൈവറുണ്ട്. ഏട്ടൻ പിന്നെ കാണാതിരിക്കുമോ? അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, അക്ഷയയിലെ വല്ല പൈസ ആയാൽ ഞാൻ ഇതുപോലെ വിളിക്കും, ഒന്ന് എടുക്കണം. ഫോൺ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ചേട്ടാ അങ്ങ് പോയി എന്നാലേ കേൾക്കത്തുള്ളൂ. നിന്റെതുള്ളതല്ലേ അയച്ചാൽ കൊടുത്തേക്കാൻ മതി. 400 റുപ്പീസ് അയച്ചോ? പിന്നെ അയച്ചില്ലേ? ഇന്നലത്തെ എന്തോ വന്നു കഴിഞ്ഞാൽ അലമ്പുണ്ടാക്കാൻ ആരിയിരിക്കുന്നു? ശ്യാമള പോയാൽ പിന്നെ ഇവിടെ അലമ്പുണ്ടാക്കല് ഡ്രൈവറോടൊന്ന് പോരുമ്പോ അവരോടും പറയും. അവരും പറയും അമ്മ പോയി. ഇനി ഞാൻ അലമ്പെന്ന്. മാല വെളിയിടാത്തത് കൊടെടുത്തോ, മോളെടുത്തോ. ഞങ്ങളുടെ കൂട്ടി എൻ്റെ വല്ല പൈസ ഉണ്ടോ? കൂട്ടോ ചേട്ടാ, എനിക്ക് ഫോൺ എടുക്കണം. ഞാൻ എന്തിനൊക്കെ വിളിക്കും. ഒന്നുമില്ലല്ലോ അല്ലേ എന്നാ. അത് വേണം സമിതിക്ക് കൊടുത്തേരെ. അല്ല പ്രവീണിന് കൊടുക്കാൻ അവര് തന്നെ ചെയ്തു. അല്ല പൂഞ്ഞ് കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി. കൊണ്ടുവിട്ടില്ലേ? പോയി കിടന്നുറങ്ങാൻ നോക്കില്ലേ? നേരത്തെ വന്നല്ലോ. പോയ കാര്യം സ്കോളർഷിപ്പിന് പഞ്ചായത്തിൽ കൊണ്ട് ചെന്നപ്പം അത് മറ്റേ അവിടെ വേറെ സ്റ്റാഫുണ്ട്, അവിടെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അവിടെ കാണിച്ചപ്പോൾ പറഞ്ഞ സെക്രട്ടറിയെ കാണിക്കാൻ പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞത് ICDSൻ്റെ ഓഫീസിൽ കൊണ്ട് കാണിക്കണം. എപ്പോഴും ഇവിടെ പോയി ഇടയ്ക്ക് അവിടെ പഞ്ചായത്തിൽ അവർ വരുള്ളൂ. അപ്പുറത്തല്ല കൃഷി അവിടെ പോയി. അവിടെ പോയപ്പോൾ എൻ്റെ വാപ്പിക്ക് ഫോമ വരാറായില്ലല്ലോ. ഞാൻ പറഞ്ഞു അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു. ഇല്ല ഇപ്പോഴല്ല, അതിൻ്റെ ഫോം വരുമ്പോൾ അറിയിക്കാം, ആശാ വർക്കർമാരെ കൂടി അറിയിക്കും. അപ്പം കൊണ്ട് തന്നാൽ വീട്ട് ഓടിക്കണേ. വീട്ട് മറ്റേതെല്ലാം ശരിയായിരുന്നു. ഇനിയിപ്പം ഫോണിൽ മെസ്സേജ് വരും. അയ്യോ ഒന്നുകിലായി. പോയി കിടക്കുക. നുറുക്കണ ക്യാരറ്റ് രാവിലെ പോയാലും എനിക്ക് വിശേഷങ്ങൾ എനിക്ക് അറിയണം. എന്നാ വിശേഷം? പഠനമൊക്കെ എങ്ങനെയുണ്ടോ? സുഖമായിട്ട് പോന്നോ? പിന്നെ പൊട്ടി. അപ്പൊ ഇവക്ക് ഇനി സ്വർണ്ണം ഒന്നും മേടിച്ചു കൊടുക്കില്ല? അതല്ല, ബാഗിന്റെ ഈ സാധനം സൈഡില് അതേ കൊണ്ടിട്ട് ആ ബാഗിനായിട്ട് ഇങ്ങനെ പൊങ്ങിയപ്പോ പൊട്ടിപ്പോയി. നല്ല കാര്യം. ഇതെല്ലാം ഊരി വെച്ചേക്ക്, കൊടുത്തേക്കില്ല. എല്ലാം ഇങ്ങനെ പൊട്ടും ചേട്ടാ.
അല്ല ഞാൻ ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു പെട്ടി കൂടെ മേടിച്ചിട്ടു. അത് തൊട്ടപ്പുറത്ത് ശവപ്പെട്ടി കടയുണ്ട്. ചെരുപ്പ് മാറ്റി ഇറക്കാന്ന്. പിന്നെ എത്ര തവണ ചേട്ടാ ഒരു ദിവസം മനുഷ്യൻ ഇറങ്ങി കയറുന്നത്? ഓക്കെ. ഇടയ്ക്ക് എങ്ങാനും ആ ചെരുപ്പൊക്കെ ഒന്ന് കഴുകുക. കുട വേണോടി? ഡോ കുട വേണോ? വേണ്ട. ഓക്കെ, ടാറ്റാ, ബായ്. ഉണ്ട്. ആ കുഴപ്പമില്ല, ഉണ്ട്. ആ എന്നാ ഇരിക്കുന്നു? എവിടെ പോന്നോ? ഞങ്ങള് കൊമ്പൂത്തി വരെ പോയതാ. നിൽക്കുന്നു. ആ കൊച്ചു വരാനുണ്ട് ബസ്സിലെ, അവളെ കൂട്ടേക്കൊണ്ട് വന്നതാ. ഇന്നിപ്പോൾ അവിടുത്തെ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്. നാളെ പഞ്ചായത്തിൽ പോയിട്ട് മെമ്പർ വിളിച്ചൊന്നുമില്ല, വിളിക്കാമെന്ന് പറഞ്ഞില്ല. ഇവിടെ സാധനം വാങ്ങിക്കാൻ വന്നോ? ഞാണ്ട് വേറെ വിശേഷം ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ടല്ലോ. ആ കുഴപ്പമില്ല. അവിടെ മറ്റേ അതിനുണ്ടല്ലോ, മറ്റേ അപ്പച്ചായി കുറ്റിപ്പാട് അമ്പലത്തിൻ്റെ ഞാൻ കണ്ടതുണ്ട് ഒത്തിരി വീഡിയോ. എനിക്ക് ആളിനെ കണ്ടപ്പോൾ മനസ്സിലായി. ശ്യാമളമ്മ പോയി, വീട്ടിൽ പോയി. ശ്യാമളമ്മയുടെ വീട്ടിൽ പോയി. പോയി ശ്യാമളമ്മ. വീട്ടിലാരുണ്ട്? നാരായണിയുണ്ട്, ജയുണ്ട്. ഇല്ല ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് എൻ്റെ കൈപ്പിടി, ഇങ്ങോട്ട് വായോ. അതൊന്നുമല്ല ഇവിടെ
പെസരമണ്ണൊന്നും സ്ഥലമായില്ല. വാ കേട്ടോ ഒന്നുമല്ല. ഏത് ആയില്ലല്ലോ. തട്ടിയ കാല് നീ തിരിച്ചാണല്ലോ ചെരുപ്പിട്ടേക്കുന്നത്. ചെരുപ്പ് ഉരിക്കേ തിരിച്ചായിട്ടേക്കുന്നത്. കൊച്ചുവഞ്ചാട്ടനാ പോയെ. കൊച്ചുവഞ്ചാട്ടൻ ഇപ്പൊ ഓട്ടോയപ്പോ എന്നാ അടി കാണിക്കുന്ന ചെരുപ്പിടറി ഒന്നു ഓട്ടോയില് വാ. ഇത് ചെരുപ്പ് നീ ചോന്നിട്. എന്നാ നീന് ചെരുപ്പന്നെ കാണിച്ചിട്ടുന്ന കേട്ടിട്ടെ. ആ ആരാടി അത്? ചെരുപ്പകത്തോട്ട് കയറ്റിയിട്ടേ കാല് ഊരി വരുന്ന കിടക്കുവാണല്ലോ. എന്നിട്ട് ആണോ പോയെന്നാ? സവോളയോ? സവോള, ചീനിക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ഉള്ളിയുണ്ടോ? ഉള്ളി ചൂട് നാളെ ആ നമുക്ക് തോരൻ വെക്കാം. തക്കാളി ഉണ്ടോ? തക്കാളിയുണ്ട്, തക്കാളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. കാറ് ഓട്ടോയ്ക്കൊന്നുമില്ല, നമ്മൾ നടന്നാ പോകുന്നത്. അതൊക്കെ ഓട്ടോ അവിടെ കിടക്കും, നമ്മൾ നടന്നു പോകും. അതൊന്നുമല്ല. എന്റെ പോയടി. ഏത് പോകല്ലോ എത്ര പണം മേടിച്ചോ? നാരായണിക്കാണ്. കേട്ടല്ലോ എന്നാ അത് പഠിപ്പിക്കുന്നുണ്ടോന്നടി? എടുക്കല്ലേ? ആ പഠിപ്പിക്കുന്നുണ്ടോന്ന്? അതൊന്നുമില്ല, വേണ്ട വേണ്ട, അത് കഴിക്കത്തൊന്നുമില്ല അവള്. വാ എന്നാന്ന് അറിയത്തില്ലേ? എന്നാ മതി പോണം. വേണ്ട എടി വാടി, എടാ എടി വാടി. വേണ്ട വേണ്ട വേണ്ട. അല്ല നടന്നല്ലേ പോകുന്ന, ഓട്ടോയ്ക്കല്ലല്ലോ. എന്നാ
റോസി ടാറ്റാ ടാറ്റാ വീട്ടിൽ പോവാം. എന്നാ കാണിക്കുന്നൊന്ന് പറയാമോ? ചെരുപ്പ് വെച്ച് പാല് പിടിക്കാമോ? നിനക്ക് ചെരുപ്പ് ഇടാനും കഴിയുകയല്ല. ഹലോ, മുടി കിട്ടാൻ പോണോ? അപ്പ ഇതാണോ അപ്പ മെത്തത്? ഏത്? ബാർബർ ഷോപ്പ്. ബാർബർ ഷോപ്പ്, ഏത്? മുടി വെട്ടുന്ന സ്ഥലം. അപ്പേ ഇതിനെ വിളിക്കുന്നു ശാംഭവി. ശാംഭവി അപ്പേ ശാംഭവി. അപ്പം മെത്തേ ഗായഞ്ചേട്ടൻ മുട്ട അടിക്കുന്നതോ? അപ്പേ നീ ചോദിക്കാൻ നിൽക്കുന്നോ? ഒരു ക്ലാസ് എൻ്റെ സ്കൂളിൻ്റെ പേരാവോ? കുഞ്ഞുകുന്നം. ആ അടിപൊളി. ആ കൊല ചിപ്സ് ഉണ്ടാക്കാം അപ്പേ. എത്രല്ല പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഈ മുട്ട അവിടെ എത്രയാണെന്ന് അങ്ങനെ ഇല്ല. സ്പെഷ്യൽ സ്കൂളിലേ ഇവിടെ 5ാം ക്ലാസ് വരെ ഈ സ്കൂളിലായിരുന്നു, പക്ഷെ പോകുന്നില്ലായിരുന്നു. ഇപ്പൊ ഈ വർഷം തൊട്ടാ പോകാൻ തുടങ്ങിയത്. അടിപൊളി ചെടി നട്ടതാ. ആ നട്ടെന്താ? അമ്മച്ചിയാണോ? അമ്മച്ചി മോനെന്ത്? മോനെന്ത് ചെയ്യും? മോളുണ്ടോ അമ്മക്ക്? പേന പേന നമുക്കൂടെ ഇന്നപ്പേ കൂടെ കിട്ടോ? താങ്ക് യു. അയ്യോ, അറിയാവുന്നവരോടും ഇല്ലാത്തവരോടും എല്ലാം വർത്താനം പറയും. ആ പേരെന്നാ? പേരെന്നാ പറഞ്ഞ? നീ പറ. ആ ഉണ്ടാക്കാൻ തന്നെയാണോ? അല്ല ചേട്ടൻ്റെ സ്ഥലം. അവൻ പറയല്ലേ നാണോ? കൈ കഴുകാനാണോ? ചാറ്റ പറഞ്ഞു. കൈ കഴുകുന്ന പൈപ്പാണോ? അല്ല, പിന്നെ അത് ചുമ്മാ വെച്ചേക്കുന്നു. പൈപ്പ് ഇങ്ങനെ ചോറുന്നത് പൈപ്പ് എന്നിട്ടില്ല. അപ്പ ചോറുന്നത് ചപ്പാത്തി തിന്നത് അപ്പം തിന്നത് മതിയോ? മതി. ബാ പാല് കുടിക്കാം. പാല് മേടിച്ചെന്ന് ചെയ്യാം. എന്നാ പറ്റിയാ? സാരമില്ല, പോട്ടാ. വണ്ടി തന്നെയോ? വല്ല പറ്റിയോ? എന്നാ പയ്യെ പോരെ. ആ സൈഡിൽ കൂടെ പോയി തെന്നിയതാ വണ്ടി വന്നപ്പോൾ. അപ്പുറത്തു വാ. വണ്ടി വന്നപ്പോൾ നീ അങ്ങോട്ട് കിളിക്കണ്ട. വേണ്ട, ഇത് പാടി ഓട്ടമൊന്നും ഇല്ല. പയ്യെ പോ. ഇതുകൊണ്ട് വണ്ടി കഴിഞ്ഞു. വേണ്ടേ നീല പോ. അവിടെ പോട്ടെ. രക്ഷപ്പെട്ടു. മാമ്പഴാണോ? മാമ്പഴമുണ്ട്, പഴമുണ്ട്. ആ കഴിക്കാം പോക്കോ. പുട്ടിലൂടെ പഴം കഴിക്കാം. അപ്പൊ ഗേറ്റാണോ?
ആ അത് വെയിറ്റ്. പുട്ടും കടലക്കറി ആയാലോ? എന്നാ കടലക്കറി ഉപ്പാവോ? ഇവിടെ തരാം. അങ്ങോട്ട് പോവാ, അവിടെ ഉണ്ട്. അങ്ങോട്ട് പോടി. അവിടെ അല്ലല്ല അവിടെ ഇല്ല. ഓ നീ ഇതിന് നല്ലതായിട്ട് കഴിഞ്ഞ ദിവസം വരെ ചെരുപ്പിട്ടുകൊണ്ടിരുന്നല്ലോ, ഇപ്പം എന്നാ പറ്റി? എല്ലാവരോടും സലാം പറഞ്ഞാണോ വരുന്നത്? മൂത്ത അപ്പച്ചൻ അച്ഛനെന്ത് ഉപ്പ ഉപ്പ ടൗണിൽ പോയി വന്നില്ല. വരുവോ? വരും. നീ ചോദിച്ച കേട്ടില്ലേ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? CMS ഒന്നുമല്ല. അല്ലെന്നേ ഇവിടെ 4-ലായിരുന്നു ഇവിടം വരെ. ഇവിടെ മുണ്ടക്കയത്ത് അത് കഴിഞ്ഞ് ഇപ്പം 5-ലെന്ന് പറയാൻ പറ്റിയല്ല. അവിടെ വേറെ ഇപ്പം പുൻകുന്നത്ത് സ്കൂളിലല്ല, അങ്ങോട്ട് മാറ്റിയല്ലോ. പുൻകുന്നത്ത് ആശാലയം. ആ ആണോ? ആ അവിടെയാ വിട്ട്. അതാ അന്നേരം അവിടെ ഇരിക്കുകയല്ലായിരുന്നു. ആ പക്ഷെ കുറേ നോക്കിയതാ, പാടെ ഇരിക്കുകയല്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അവർക്കൊന്നും പഠിക്കാനോ ഒന്നും പറ്റിയല്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആരെ കണ്ടാലും. ആ ആ ആ ആ ആ ആ അങ്ങനെ പറഞ്ഞ നമ്മളോട് ഡോക്ടർ. ആ മറ്റേ ടീച്ചേഴ്സൊക്കെ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. ആ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ആ അവിടെ കുഴപ്പമില്ല. ഇപ്പം ആ അതൊക്കെ ഉണ്ട്. ആ ആ ഞാൻ പോയിക്കോന്നാ. വരെ ചെന്ന് എന്നായി എന്നാ മടുത്തോ? ഉണ്ടക്കയോ? ഉണ്ടക്കയല്ല, വീട്. വീടാ? നിനക്ക് എൻ്റെ വീട് പോലും അറിയത്തില്ലേ? കയ്യെ പോയാൽ മതി, വെയിലും തെന്നി എല്ലാം തെന്നി കിടക്കും. വേണ്ട വേണ്ട പോ, മടുത്ത് ഞാൻ ഓടി, ഞാൻ മടുത്ത്.
ഇനി ആരോടും വർത്താനം പറയാനുള്ള ശക്തിയില്ല. കാര്യം നീയാ വർത്താനം പറഞ്ഞു. അങ്ങനെ പോ. ഇവിടെ പയ്യെ പോകാൻ പറഞ്ഞോ? പയ്യപ്പൊടി പയ്യെ ആ പോ, സ്പീഡിൽ പോയിട്ട് പയ്യെ 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 ആ പോ. പയ്യെ പോ. ആ ആദ്യത്തെ 2 ദിവസമൊക്കെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഇപ്പോൾ കാണാനില്ലോ. ഇതൊക്കെ ആദ്യത്തെ മൂപ്പ വളർന്നു. ഇപ്പോൾ കണ്ടോ? ഇല്ല, ആരാണിയില്ല, ആരുമില്ല. ആർക്കറിയാം? തുറക്കാം. എൻ്റെ കയ്യിലില്ല. ഇതാ തുറക്കാം. കേട്ടല്ലേ? വിളിച്ചാൽ പോലും ഇറങ്ങി വരത്തില്ലേ, നീ പേടിക്കണ്ട. ഇത് എനിക്കെടുത്തില്ല. പോയോ? വിടില്ലേ? ഓക്കെ ഗൂഗിൾ. I can't connect to the Wi-Fi network. You might Wi-Fi want to illa. check the connection settings in the Google Home app. നെറ്റില്ലടി, നെറ്റില്ല, നെറ്റില്ലെന്ന്. കളിപ്പിച്ചു തന്നെ ഞങ്ങള്, മമ്മി ഇരുന്ന് ഞങ്ങള്. എത്ര നേരം അവിടെ പട്ടി കുറയ്ക്കുമ്പോ ഞങ്ങളോട് പമ്മിരിക്കും. കുറെ കഴിഞ്ഞ് കൊതുകിലുണ്ട് മടുത്തിട്ട്, പിന്നെ പട്ടി കുറയ്ക്കും, പിന്നെ പമ്മിരിക്കും മടുത്ത്. ഒന്നും കിട്ടുന്നില്ല. എന്തുവാ അത്? സുമ്മനെ അവക്കറിയാം ഞാൻ റോഡിൽ കാണുന്നേ. റോഡിൽ കാണാൻ എനിക്കറിയാം എന്നെ വിളിക്കുമെന്ന്. അച്ഛനപ്പണ്ട് തന്ന ആ മാങ്ങ കൊടുത്തു. ആരാണെങ്കിൽ എടുത്തു കൊടുക്ക. ഉടുപ്പൊക്കെ ഓടിട്ട അമ്മയുടെ പൊന്നിന്. അമ്മയുടെ ഫോൺ ഉണ്ടോ? അമ്മയുടെ ഫോണിൽ നിന്ന് ഉണക്കി തരുമോ? ഫ്ലൈറ്റ് എല്ലാം പച്ച ഇത് പഴക്കടയിൽ നിന്ന് മാങ്ങ. പിന്നെ മറ്റേ അക്കായില്ലേ പഴത്തിന്റെ പുള്ളിക്കാരി പഴം താരെ ഷാമ്പൂക്ക് കൊടുത്തു വിടുന്ന. പിന്നെ സംഭവിക്കണോ? ചുമ്മാ പറഞ്ഞാണേ. അതല്ലെന്ന് ഏത് പഴക്കടയില് അറിയത്തില്ലേ? അണ്ണനെ അറിയാം. ഈ പഴക്കടയില് ശ്യാമ നിക്കുന്നേ ആണോ? അവിടെ പോയി സംസാരിക്കും അവള്. പിന്നെ പഴത്തുന്ന ആരാന്ന് പറഞ്ഞേ? നീയല്ലേ പേര് ചോദിച്ചേ? റിജിനൊക്കെ അഷ്റഫണ്ണന്റെ അല്ലേ? സിജായോ? അങ്ങനെ കാണാവൂ. അലക്സ പോയില്ലെന്നോ? ഉണ്ടെന്നേ. നമുക്ക് ഇത് വരട്ടെ, നെറ്റ് വരട്ടെ, നെറ്റ് ഓടി വരണം. ഓക്കെ ഗൂഗിൾ. ഇല്ലെന്നേ, നെറ്റില്ലല്ലോ.
ലൈറ്റ് ഓൺ. ഊരി തരണമെങ്കിൽ ഒരു ഉമ്മ തരണം അമ്മച്ചിക്ക്. അമ്മച്ചി കാണാൻ ഇപ്പൊ എന്താ പറയാ, അമ്മച്ചി എവിടെ പോയി നോർത്ത് കണ്ടാൻ പോയി നോർത്തോ? മുണ്ടക്കാൻ പോയോ? അമ്മ പമ്മി ഇരിക്കുമല്ലോ സർപ്രൈസ് തരാൻ വേണ്ടി. ഷാമ്പോയില് പമ്മി ഇരുന്നിട്ട് അമ്മയും ചേച്ചിയും കൂടെ എന്നിട്ടു ഞങ്ങളിവിടെ പമ്മി ഇരുന്നു. ആ ഇവിടെ പോവാം. മുണ്ടക്കയം വീട്ടില് അടുക്കള വീട്ടില്. എന്റെ സിസ്റ്റർ എന്നാ പറഞ്ഞാ സാമൂലിനെ അന്വേഷിച്ചു പറയണം നാളെ കേട്ടോ. ആന്റി അന്വേഷിച്ചു കുടിച്ചില്ലേ? പിന്നെ എന്തിനത് കൊണ്ടുപോയേ? വെള്ളം എന്നാ കുടിക്കാഞ്ഞേ? കുടിച്ചേ അറിയത്തില്ലാഞ്ഞിട്ടാണോ ഇനി? ഓ അല്ല അവള് കണ്ടു കാണത്തില്ല അമ്മേ. എന്റെ പൊന്നെ, എന്റെ കുഞ്ഞിനെ വെള്ളം കുടിക്കാഞ്ഞേ? വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നമുണ്ട് കണ്ടോ. പയ്യെ പോയി പറഞ്ഞിട്ടല്ലേ പയ്യെ പോയി കുഞ്ഞിനെ മടുത്തോടാ. അതിന് വെള്ളം കുടിക്കാത്ത പകല് മൊത്തം വെയിലും പിന്നെ ഇടയ്ക്കൊന്നും മഴ പെയ്തു. ഇപ്പൊ നല്ല മഴ. എനിക്ക് ആ കൊച്ചു പോകുന്ന സമയത്തും വരുന്ന സമയത്തും മാത്രം പെയ്യലെന്നൊരു ചെറിയൊരു ആഗ്രഹം. ഇത്രയുള്ളൂ. രാവിലത്തേക്കുള്ള ചോറിന് വേണ്ടി ഇപ്പോഴേ കഞ്ഞിയിട്ട് റൈസ് കുക്കറിനകത്ത് വെച്ച് സെറ്റ് ചെയ്താൽ ജയ്ക്ക് രാവിലെ 5:45 എണീറ്റാൽ മതി. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നാരായണി ഉറങ്ങി, ശാമ്പുവി ഉറങ്ങി, ചേട്ടായി ഉറങ്ങി. എനിക്ക് പണിയുണ്ട്. കടലയൊന്ന് ചൂടാക്കണം, നല്ലത് അഴുക്കായി പോവും. അതങ്ങ് ഫ്രൈ ചെയ്യാൻ പോവാം. ചാറൊക്കെ അങ്ങോട്ട് വറ്റിച്ച് ഫ്രൈ ചെയ്യണം. ചോറ് 3/4 വെന്ത് റൈസ് കുക്കറിനകത്താക്കി. 3/4 വെന്തിട്ടില്ല, അങ്ങോട്ടാക്കി. ഒരു മഴ കഴിഞ്ഞു. ശ്യാമളമ്മ ഉണ്ടായിരുന്ന ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അല്ല ചേട്ടാ കാണും. ഇന്നിപ്പോൾ ഒറ്റയ്ക്കായി.